എറണാകുളം മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ പ്രചാരണം തുടങ്ങി. മാതാപിതാക്കളുടെ ശവക്കല്ലറയിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു പ്രചാരണത്തിന്റെ തുടക്കം. കെ.വി. തോമസ് പ്രചാരണത്തിന് കൂടെ ഉണ്ടാകുമെന്ന് ഹൈബി ഈഡൻ ന്യൂസ് 18നോട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഒരുപക്ഷെ യുവാക്കളുടെ കരുത്തിൽ നിന്നൊക്കെ തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഇന്ന് നമ്മൾ പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ? ഇന്ന് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും എൻ്റെ പ്രചരണം ആരംഭിക്കുന്നത് എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും കല്ലറകളിൽ നിന്നാണ്. അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മറ്റേത് പരിപാടികൾക്ക് പോകാറുള്ളത്. നമ്മുടെ യശ്വരീനായ മുൻ MP ഞങ്ങളെ കുടുംബ സുഹൃത്തുക്കളായ ശ്രീ M.I. ഷാനവാസിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. തുടർന്ന് കുറച്ച് പൊതുപരിപാടികളിൽ, പാർട്ടി പരിപാടികളിലും പൊതുപരിപാടികളിലും എല്ലാം പങ്കെടുക്കാനുള്ള തീരുമാനമാണ്. യുഡിഎഫിന് വളരെയധികം സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് എറണാകുളം. നമുക്കറിയാം കെ.വി. തോമസ് മാഷിന് വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ ഒരു ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ സ്ട്രോങ് ബേസുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. എൻ്റെ പിതാവ് ശ്രീ ജോർജ് ഈഡൻ 1,15,000 വോട്ടുകൾക്ക് വിജയിച്ചൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റത്തെക്കുറിച്ച് ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ്. ആദ്യം മുതലേ ഹൈബി ചേട്ടൻ്റെയും അതോടൊപ്പം തന്നെ മാഷിൻ്റെയും പേരുകളാണ് കേട്ടിരുന്നത്. പിന്നെ ചേട്ടൻ്റെ പേരിലേക്ക് വന്നു. അപ്പോൾ മാഷിൻ്റെ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ അല്ല, തോമസ് മാസ്റ്റർ ഒരു അടിസ്ഥാനപരമായി കോൺഗ്രസിനെ പടുത്തുയർത്തുന്നതിൽ ജില്ലയിൽ വലിയ പങ്കുവഹിച്ച നേതാവാണ്. പാർട്ടി പല ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായത് നിറവേറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം ഒരു വലിയൊരു കോൺഗ്രസിൻ്റെ പാരമ്പര്യവും ചരിത്രമുള്ള അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇന്നലെ BJP-യിലേക്ക് പോകുന്നുണ്ടോ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്ന് പറയണ്ടായി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരാളോട് നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം പോലും ചോദിക്കരുതായിരുന്നു. P. രാജീവാണ് എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ നമുക്കത് എത്രത്തോളം കടുക്കും മത്സരം? മത്സരം കടുപ്പൊന്നുമില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളായിരുന്നു എൻ്റെ ആദ്യത്തെ എതിർ സ്ഥാനാർത്ഥി. വളരെ പക്വതയായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഒരുപാട് ആളുകളെ എറണാകുളം മണ്ഡലത്തിൽ പരീക്ഷിച്ച ഒരു ചരിത്രവും ഇടതുപക്ഷത്തിനുണ്ട്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഗുണകരമാകും എന്നുള്ളത്. ഏറെനാൾ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊക്കെ ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് UDF-ന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതോടുകൂടി ഒരുപക്ഷെ ഇരുമുന്നണികളുടെയും പ്രചരണം കൂടുതൽ കടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇനി മണ്ഡലത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വിനീത ബേജിയാണ് ഹൈബി ഈഡനൊപ്പം ചേർന്നത്. ഇടുക്കിയിൽ 100% വിജയ സാധ്യത അവകാശപ്പെട്ട് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവിധിയാകും ഉണ്ടാവുക. ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിക്ക് 100% വിജയസാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുൻപിലുള്ളത്. കാരണം ഇവിടെ 2 സർക്കാരുകൾക്കെതിരെയുള്ള വിധിയെഴുത്ത് അത് നിശ്ചയമായിട്ടുണ്ടാവും. ഇവിടെ 2 സർക്കാരുകൾക്കെതിരെയുള്ള വിധിയെഴുത്ത് അത് നിശ്ചയമായിട്ടുണ്ടാവും. കാരണം ജനങ്ങൾ ഏറ്റവും ദുരിതക്കയത്തിൽ ആഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം 2 സർക്കാരുകളുടെ ഭരണപരാജയമാണ്, ജനദ്രോഹ നടപടികളാണ്. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിൽ അതുതന്നെയാണ് ഏറ്റവും മുഖ്യ വിഷയമായി വരുന്നത്.